شبهو لابو لبرو والروح قاديشو وليمغيلي خطو يرهمي وهنون نستبون بطريهن الميلولم والمينامين കാരുണ്യവാനായ ദൈവം തമ്പുരാനേ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തരണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ കലാസ്നേഹികളെ, ജ്ഞാനായ സുഹൃത്തുക്കളെ, കൂതാശകളെ കൊണ്ട് കോർത്തിണക്കി ചേർത്തൊരുക്കിയിട്ടും കുടുംബങ്ങളും കൂട്ടായ്മകളും കൂറുമാറ്റക്കാരുടെ കൂത്തരങ്ങുകളായി മാറുമ്പോൾ, പൈതൃക പാരമ്പര്യങ്ങളെ പണയപ്പെടുത്തി പദവികളെ പാരിതോഷികങ്ങളാക്കുമ്പോൾ, താനും തൻ്റെ തനിമയും തനിച്ചാകുമ്പോൾ, പഴയ കാലങ്ങളുടെ കാൽപെരുമാറ്റങ്ങൾക്ക് കാതോർക്കുകയാണ് ഈ കഥാവിഷ്കാരത്തിലൂടെ. ഇതിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുവാൻ മെനക്കെടുന്നില്ല. കാരണം അത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന നമ്മൾ തന്നെ. നിരൂപണങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി കാതോർത്തുകൊണ്ട് ഞങ്ങൾ IKCC ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിൻ്റെ സ്നേഹാദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് സവനയം സമർപ്പിക്കട്ടെ ഈ സ്നേഹോപഹാരം. തൊമ്മൻ്റെ സ്വപ്നം. അവതരണം IKCC ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക്. സംവിധാനം ഏബ്രഹാം പുതിയിടത്തുശ്ശേരിൽ. ഒരു പ്രാർത്ഥനയോടുകൂടി ഞങ്ങളിത് ആരംഭിക്കുമ്പോൾ നിങ്ങളേവരുടെയും പ്രാർത്ഥനാ സഹായം യാചിച്ചുകൊണ്ട്, സജീവ സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. തൊമ്മൻ്റെ സ്വപ്നം. ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കും. അവൻ എന്നതാ നിങ്ങളെ വിളിച്ച് പപ്സോ? അതേതാണ്ട് തിന്നുന്ന സാധനമല്ലേ? എടി, അവൻ എന്നെ അത്രയ്ക്ക് ഇഷ്ടമാ. കൈ കിട്ടിയാൽ ചിലപ്പം കടിച്ച് തിന്നുകളയും. ഞാനതല്ലേ അവന്റെ അടുത്തേക്ക് അധികം അടുക്കാത്തത്. അല്ല മോനിത് എങ്ങോട്ടാ? ക്ലാസ് ഉണ്ട്. അപ്പം ബുക്കും പേനായി ഒന്നും വേണ്ടേ? അതിനല്ലേ പാപ്പ് സിവൻ. ഒടുക്കത്തെ മെമ്മറിയാ, സ്പീഡാണ് അൺബിലീവബിൾ. അപ്പൊ നിനക്ക് ആ പറഞ്ഞ സ്പീഡും മെമ്മറിയും ഒന്നും വേണമെന്നില്ല. That's right. This will do everything for me. ഇത്തരം മരാമത്തൊക്കെ ഈ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ചില്ലറ ഓവർ ടൈം ആണോ ചെയ്തു കൂട്ടണത്? എന്നിട്ട് അതിന്റെ മുമ്പിൽ കുത്തിയിരുന്ന് ഞെക്കോടി ഞെക്കല്ലേ. എന്നിട്ട് 10ാം ക്ലാസ് പോലും പാസ്സാകാതെ കാൽ കാശിന് കൊള്ളാത്തൊരു വായി. I don't understand a thing when you talk so fast, Pops. I thought you have a very high speed laptop to capture everything. ബെൽറ്റ് ഇത്തിരി മുറുക്കി കെട്ടാൻ പറയോ ആയിരുന്നേ. പാൻറ് ഇപ്പൊ ഊർന്ന് താഴെ ചാടും. It's the style, man. ചന്തിയും കാണിച്ച് ഏന്തി വലിഞ്ഞ് ഈ അണ്ടർവെയർ നാട്ടുകാരെ കാണിക്കുന്നതിൽ എന്ത് സ്റ്റൈലാ മോനെ. Pops, this is called generation gap. ഈ ഗ്യാപ്പിന് അങ്ങനെ ഒരു പേരുണ്ടോ? ഏതായാലും പറ്റിയ പേരായി ഇട്ടിരിക്കുന്നത് ഹാൻസം മോൻ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, നിങ്ങളന്ന് ശീലയ്ക്ക് പകരം അണ്ടർവെയർ ആക്കിയ കാലത്ത് അത് 4 ആള് കാണുന്നതിന് വേണ്ടി മുണ്ട് 3 മുഴം മേലോട്ട് മടക്കി കുത്തി നിങ്ങളന്ന് അടിയിന്ന് മേലോട്ട് കാണിച്ചെങ്കിൽ കൊച്ചുമക്കളായപ്പോൾ അവർ മേളയിന്ന് കീഴോട്ട്. തമ്മിഭേദം ഇതാന്നാ എനിക്ക് തോന്നുന്നത്. എത്ര തവണയാ നിങ്ങൾ ആ കോപ്പിടാൻ മറന്നിട്ട് എൻ്റെ മുമ്പിൽ കൂടി കവല വഴി. ഹോ, അതോർക്കുമ്പോൾ നാണം വരുന്നു. ഈ 4 ലീസ് എന്ന് പറഞ്ഞാൽ എന്നതാ? നിങ്ങൾക്ക് ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന മനുഷ്യനല്ലേ? എടി, വാടകയ്ക്ക് കൊടുക്കപ്പെടും എന്നാ അതിന്റെ അർത്ഥം. എൻ്റെ ഒടേ തമ്പുരാനേ, എന്നാ പറ്റി? നമ്മുടെ ആനിയുടെ പെണ്ണ് റിൻസി, അവക്ക് വയസ്സ് 26 അതുകൊണ്ട് അവിടെ പാൻറ്റേല് ചന്തിപ്പിറകിലായിട്ട് അങ്ങനെ ഒരു എഴുത്ത് ഞാൻ കണ്ടു. ഇനി കൂടുതൽ ഇവിടെ നിൽക്കേണ്ടി വന്നാ അത് ഫോർ സെയിലാകും. ഫോർ ക്ലിയറൻസ് ഒക്കെ ആകുന്നതിന് മുമ്പ് ഇവിടുന്ന് നാട് വിട്ടാൻ എടുക്കുന്നിരിക്കും. ഹലോ ഹലോ, നിങ്ങൾ ഇപ്പോഴും? അവരൊക്കെ ഇപ്പൊ ഇങ്ങ് വരും. അകത്ത് പോയി തുണിയൊക്കെ ഒന്ന് മാറ. ഹലോ ടീമോനെ, ഹോ, എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വിളിച്ച ഇവനൊക്കെ ഒടേ തമ്പുരാനേക്കാളും കഷ്ടമാണ്. വിളി കേൾക്കത്തില്ല. അത് പിന്നെ നീയാ വിളിക്കുന്നതെന്ന് അവർക്കൊക്കെ അറിയാം. മൈൻഡ് ചെയ്യാത്തതാ.
ആ ഹലോ, നീ ഇതെവിടെയാ? I went to the gym. I'm coming home right now. മോനെ, നിന്റെ കല്യാണമാ വരുന്നത്, അല്ലാതെ ഗുസ്തിയും വെയിറ്റ് ലിഫ്റ്റിംഗ് മത്സരമൊന്നും അല്ല. Dad, you don't think about this, but this may become handy after the wedding. Look what's going on between you and Mom. She wins every fight, right? മോനെ, അച്ഛന്റെ അടുത്ത് പോയി വേദപാഠം കേൾക്കേണ്ടതാ, അങ്ങേര് വല്ല വഴിക്കും പോകുന്നതിന് മുമ്പ്. Vedavadam. What's that? എടാ കൊച്ചെ, കാറ്റഗിസം. Adhan yan avada poi kelkana. Can I do it over the phone? Because my friend's dad, he's a pastor. He does all this business online. Skype, Facebook, stuff like that. He actually takes all major credit cards and it's a lot cheaper. പൊന്നു മോനെ, കൽപ്പനകൾ, കമാൻഡ്മെന്റ്സ്, കൂതാശകൾ, എത്ര ഏതൊക്കെ, ഇത് വല്ലതും നിനക്കറിയാമോ? അച്ഛൻ ചോദിക്കും. Kudosha. What's that? ഇത് പോലും അറിയാമേലത്തെ ചെറ്റ്. ചെറ്റ അല്ല മോനെ, ചേട്ടായി. ഓക്കെ, ചെറ്റേ. ഓ, ഇവനധികം മലയാളം പറയാതിരിക്കുക ഭേദം. എടാ ചെറ്റേ, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കിട്ടും. ഈ പൊട്ടേറ്റോ അകത്ത് വെച്ചത് മസാല ദോശ, അകത്തൊന്നും ഇല്ലാത്തത്. അപ്പം കേക്കണ്ട, പള്ളി കൊടുത്തി പോടാ മോനെ. മസാല ദോശയും നെയ്ദോശയും ഒന്നും അല്ല, കൂതാശകൾ, സാക്രമെന്റ്സ്, ഇതൊന്നും റെസ്റ്റോറന്റിൽ കിട്ടത്തില്ല. Oh, that. How many are there? മാമോദീസ, Go ahead. കുർബാന, കുമ്പസാരം, മുമ്പിലത്തെ ഉപ്രശ്മ. Mumbilte what? ഉപ്രശ്മ. I don't think I'll ever be able to pronounce that no matter how hard I try. Whatever. Is that it? ധൈര്യലേപനം. What's the English for Thairiyalevanam? ആ, അതൊക്കെ നീ മമ്മിയോട് ചോദിച്ചാ പറഞ്ഞത്. വിവാഹം. Vihaham. Isn't that the same as wedding? യെസ്. Yes! I got one right. Okay, what's next? പട്ടം. Kite? അത് പറപ്പിക്കുന്ന പട്ടം. ഇതല്ല, Then? ഇത് തന്നെ പറക്കുന്ന പട്ടം. എന്റെ ഈശോയെ, ഞാൻ ഈ ചെറുക്കിനോട് എങ്ങനെയാ? എടാ, അത് ഈ അച്ഛന്മാർക്ക് മാത്രം കിട്ടുന്ന ഒരു കൂതാശ, അതിന്റെ പേരാ പട്ടം. Okay, is that all? രോഗീലേപനം. What's that? അത് നീ ചാകാൻ നേരത്ത് കിട്ടുന്ന ഒരു കൂതാശയാ. യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ് നൗ. Oh shit! What happened? There's a cop right behind me. Looks like he got me. നിങ്ങൾ എന്നാ മനുഷ്യ ഏതാണ്ട് കണ്ട പെരിച്ചാഴിയെ പോലെ നിൽക്കുന്നത്? എന്റെ ആലീസേ, സത്യം പറയാമല്ലോ, നിന്നെ കണ്ടിട്ട് തന്നെയാ. നിങ്ങൾ എന്നാ എന്നെ ആദ്യം കാണുവാ? ആ മെയിൻ ബാത്റൂമെങ്കിലും ഒന്ന് കഴുകാൻ പറഞ്ഞിട്ട് കഴുകിയോ? നിങ്ങളുടെ ആൾക്കാരെല്ലാം കൂടെ ഇപ്പം ഇങ്ങ് കയറി വരും. ഇവിടെ വാക്യം പോലും ചെയ്തില്ല. എൻ്റെ പാറമാതാവേ, ഇതിയാനെ കൊണ്ട് കാശിന് ഉപകാരമില്ലല്ലോ. രാത്രി മുഴുവൻ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ, നേരം വെളുത്ത വയ്യോളം ഫോണിൽ. അയ്യേ, അത് ഡാഡിയും കാണാറുണ്ടോ? എന്തോന്ന്? മമ്മിയ പറഞ്ഞ സാധനം. കുരുത്തം കേട്ടവനെ, ഫോൺ. ഇവിടെ ആരാണ്ടൊക്കെ അതും കാണാറുണ്ട്. ഇന്റർനെറ്റ് ഹിസ്റ്ററി മുഴുവൻ അതാ. ബസ് വന്നിട്ട് പോകാറായി, ഇറങ്ങി പോണുണ്ടോ? എന്റെ ആലീസേ, വേദപാഠം കേട്ട് കുറി വാങ്ങേണ്ടതല്ലേ, അതിന് അവനിത് എവിടെയാണെന്നറിയാൻ ഞാനൊന്ന് വിളിക്കുമായിരുന്നു. എന്നിട്ട് ജിമ്മി പോയതാ, വരുന്നുണ്ട്. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അവനൊന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. പറയാനും പ്രസംഗിക്കാനും നിങ്ങളെ കഴിഞ്ഞല്ലേ ഉള്ളൂ, പ്രവർത്തിക്കാനല്ലേ ബുദ്ധിമുട്ട്. പക്ഷെ അവനെ ഈ ധൈര്യലേപനത്തിന്റെ ഇംഗ്ലീഷ് ചോദിച്ചു. അതെന്നതാടി, നിനക്കറിയാം? എന്റെ മനുഷ്യ, ധൈര്യലേപനം അല്ല, സ്ഥൈര്യലേപനം. ഓ യാ, ധൈര്യലേപനം. മനുഷ്യ, തലസ്ഥാനത്തിന്റെ ഇസ്ത. ആ, അതെന്തെങ്കിലും ആട്ടെ, അതിന്റെ ഇംഗ്ലീഷ് വാക്ക്. കൺഫർമേഷൻ. ഓ യാ, കൺഫർമേഷൻ. എന്നതാണെന്നറിയത്തില്ല, ഈയിടെയായിട്ട് ഭയങ്കര മറവിയാ. ഇത്രയും നേരമായിട്ടും ജിമ്മിൽ നിന്ന് വരാൻ. ആ, അത് പറയാൻ വിട്ടു. അവന്റെ സെല്ല് ഓണായിരുന്നു, പിന്നെ ഓവർ സ്പീഡും. പോലീസ് പിടിച്ചുടനെ ഫോൺ കട്ട് ചെയ്തു. ഒരു $500 കുറയാതെ മേടിച്ചോണ്ട് വരും. ഇങ്ങനെ ഒരു ചെറുക്കൻ. എന്റെ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാ തദയോസേ, എന്റെ ചെറുക്കനും ആ കൂട്ടത്തിൽ ഇരിയാനും നല്ല ബുദ്ധി കൊടുക്കണേ. അച്ഛന് കൊടുക്കാനുള്ള ശമ്പളോ പള്ളിക്ക് കൊടുക്കാനുള്ള കുടിശ്ശികയോ എന്നതാ കൊടുക്കാനുള്ളെന്ന് വെച്ചാ കൊടുക്കണേ എന്ന് ഞാൻ എന്നും പറയുവേ. ആര് കേക്കാനാ? എന്റെ പൊന്നു വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചാ, ഇന്നത്തെ എന്റെ ഓവർ ടൈമിന്റെ 500 പോയല്ലോ. എന്റെ ആലീസ്, നീ ഇങ്ങനെ കണ്ണിച്ചോറിയില്ലാത്ത പണി കാണിക്കല്ലേ. എടി, നമുക്ക് നല്ല ഒന്നാന്തരം നമ്മുടെ സ്വന്തം ദേവദാസൻ മാക്കി പിതാവ് ഉള്ളപ്പോ എന്തിനാടേ നീ ഈ കണ്ട വടക്കന്മാരുടെ പുണ്യാളന്മാരുടെ പേരും വിളിച്ച് അവരുടെ പുറകെ നടക്കുന്നത്? ഹോ, ഇതുകൊണ്ടാ നമ്മുടെ സമുദായം രക്ഷപ്പെടാത്തത്. വന്നിപ്പം ഒരു ഛേദമില്ലാതെ ഉപകാരം പോലും നമ്മുടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേല. എന്റെ ആലീസെ, ഡോണ്ട് വറി, എന്തു തന്നെ ആയാലും അതിന്റെ കോർട്ട് ഡേറ്റും മറ്റും വരാൻ സമയമെടുക്കും. ഈ കല്യാണം അങ്ങ് കഴിഞ്ഞാൽ അവന്റെ കെട്ടിയോൾ ആ ഫൈനൊക്കെ അങ്ങ് അടച്ചോളൂ. നീ എന്തിനാ വിഷമിക്കുന്നു? ഹോ, അതി പറഞ്ഞ പോലെ നേരാണല്ലോ. നിങ്ങളുടെ ബുദ്ധിയാ ബുദ്ധി, സമ്മതിച്ചു തന്നിരിക്കുന്നു. അയ്യോ, നാത്തൂനും അളിയനൊക്കെയാ.
അവർക്ക് ഇത്തിരി കാപ്പിയോ ബ്രേക്ക്ഫാസ്റ്റോ എന്നാന്ന് വെച്ചാൽ ഒന്ന് എടുത്തു കൊടുത്തേരെ. ഞാനൊന്ന് കുളിക്കട്ടെ. പിള്ളേർക്കുള്ളത് വെച്ചിട്ടേ കൊടുക്കാവുള്ളൂ. നിങ്ങളുടെ ആൾക്കാരെ കാണുമ്പം നിങ്ങൾക്കുള്ളതാ ഒരു കൊടഞ്ഞെടിയില്. അപ്പനിതെന്നാ പറ്റിയിടി ആലീസേ? കഴിഞ്ഞ ആഴ്ചയെ ഞാൻ ഇതിയാനോട് പറഞ്ഞതാ, അപ്പം വന്നിട്ട് ഇത്രയും ദിവസമായില്ലേ കാണാൻ പോകണ്ടേ എന്ന്. എന്നിട്ട് കേട്ടോ ഈ കാലമാണ്. പെങ്ങളെ ഒന്ന് അടങ്ങടി. നമ്മുടെ ചീമോന് ഒരു സ്പീഡിംഗ് ടിക്കറ്റ് കിട്ടി, അതിന് ആലീസ്. നിലവിളി കേട്ടപ്പോ ഞാൻ കരുതി അപ്പന് വല്ലതും. എവിടെയെങ്കിലും ആരുടെയെങ്കിലും നിലവിളി കേട്ടാ അത് അപ്പം തന്നെ ആയിരിക്കും എന്ന് എന്നാ അറിയാത്തു വല്ലയിടത്തും എഴുതി വച്ചിട്ടുണ്ടോ? അല്ല, അപ്പൻ ഈ പ്രായമൊക്കെ ആയിരിക്കുമല്ലേ? ആ, നിന്റെ നായരെന്തിയേ? നായരോ? കെട്ടിയോനെ കാക്കു വരുന്നുണ്ട്, കാറ് പാർക്ക് ചെയ്യുന്നു. ഓ, ഞാൻ ഈ നാത്തുവിന്റെ നിലവിളി കേട്ടോണ്ട് ഓടി അലച്ചു വരുമല്ലായിരുന്നു. അയ്യോ പാവം. എന്നാ ഇത്തിരി വെള്ളം എന്നാന്ന് വെച്ചാ പോയി എടുത്ത് കുടിക്ക്. അമ്മ എന്തി? അവളകത്തെങ്ങാനുണ്ട്. ആ കാക്കുപൊളിയാ, വാ വാ കേറി വാ. ഹോ എന്റെ മാത്തുക്കുട്ടി, നിന്റെ ഈ കാക്കുവളിയാ എന്നുള്ള വിളി നമ്മൾ തന്നെ ഉള്ളപ്പോഴാണ് സാരമില്ല. എല്ലാവരും കൂടി നിൽക്കുമ്പോ നീ എന്നെ അങ്ങനെ വിളിക്കല്ലേ. എന്റെ അളിയ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല. പെങ്ങളെ കെട്ടിയ താണു മുതലേ ഞാൻ അങ്ങനെ. നിങ്ങളുടെ പേര് കാക്കു, അവനക്ക് നിങ്ങ അളിയെ. അപ്പൊ പിന്നെ കാക്കുവളിയാന്നല്ലാതെ വേട്ടാവളിയാന്ന് വിളിക്കാൻ ഒക്കൂ? ഓ, ഇതിലും ഭേദവാദാ എന്റെ മാത്തുക്കുട്ടി. നീ ഒരു ലാർജ് അങ്ങൊഴിക്ക്. ഇതിനോടൊക്കെ വർത്താനം പറയണമെങ്കിൽ വല്ലതും അകത്തു വേണം. 2 നാലായി, പിന്നെ 4 കാലേലായി, പറഞ്ഞാ തിരിയാത്ത പരുവത്തിലായി, ഒരുമാതിരി കൊഴാന്നും പറഞ്ഞ് എന്റെ അടുത്തോട്ട്. ഞാൻ പറഞ്ഞേ, ഇവിടെ അടുക്കളയിൽ ഒരു അനക്കമൊന്നും ഇല്ലല്ലോ. അവള് കുളിക്കാനാന്നും പറഞ്ഞ് അങ്ങോട്ട് കേറി. നേരത്തെ ഒന്ന് വരാൻ അതെങ്ങനെയാ? ഇതിയാണ് 100 കൂട്ടം കാര്യങ്ങളാ. എന്നാ കാര്യം വല്ലതും ഉണ്ടോ? അതും നിന്റെ വയറൊക്കെ അങ്ങ് പെരുവഴിയിലായല്ലോടി മറിയാത്തുവേ. ഇപ്പൊ കുറഞ്ഞമ്മേ, സ്വിമ്മിങ്ങിന് പോകുന്നുണ്ട്. പൊങ്ങിക്കിടക്കുന്നുണ്ടോന്ന് നോക്കാൻ ഞാനും പോകാറുണ്ട്. ഉവ്വ, നിങ്ങള് പോകുന്ന എന്നാ നോക്കാനാണെന്ന് വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. പിള്ളേരെ കൂടി കൊണ്ടുപോരാൻ മേലായിരുന്നോടി. അവരൊക്കെ കോളേജിലല്ലേ അമ്മേ, വല്ലപ്പോഴൊക്കെ വരത്തുള്ളൂ. ഒത്തിരി പഠിക്കാനുണ്ട്. മൂത്തവൻ എന്നതാടി പഠിക്കുന്നേ? അവൻ എന്നതാ പഠിക്കുന്നത്? മെഡിസിൻ പഠിക്കാനാ വിട്ടത്, പിന്നെ മോട്ടോർ മെക്കാനിക്കിലേക്ക് മാറി. കൊള്ളാം, നല്ല കോമ്പിനേഷൻ. ഇപ്പൊ ക്രിമിനൽ ലോയാന്ന് പറയുന്നത് കേട്ടു. ഈ പോക്ക് പോയാൽ അവൻ ഒരു ക്രിമിനൽ ആയിട്ടെങ്കിലും പഠിച്ചിറങ്ങോടാ കാക്കുവേ. അപ്പൻ ഇത്രയും പ്രായമായിട്ടും ആ പഴയ തമാശനൊന്നും ഒരു കുറവുമില്ല. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഈ അപ്പനൊരു തമാശയായിട്ടാ തോന്നുന്നേ. നീ ആ ചാണ്ടിക്കുഞ്ഞിനെ ഇങ്ങ് വിളിച്ചേ. കാര്യങ്ങൾക്കൊക്കെ ഒരു സ്പീഡ് വരണമെങ്കിൽ അവൻ വരണം. ഹോ, മുടിഞ്ഞ ആയിസ, നിന്റെ കാര്യം പറഞ്ഞ് നാക്കിതേ വായിലേക്ക് ഇട്ടതേ ഉള്ളൂ. അത് പിന്നെ നമ്മുടെ മെമ്പർമാരൊന്നും ഒരുങ്ങി വരുമ്പോ നേരം വെളുത്തു. നിന്റെ കൂടെ നടക്കാൻ അവളെന്തിനാടാ ഇതിന് മാത്രം ഒരുങ്ങുന്നേ? അവിടെ അപ്പൻ എനിക്കിട്ടൊന്ന് താങ്ങി. സ്ത്രീധനത്തൊക്കെ കിട്ടാൻ ഇപ്പോഴും കിടക്കാനെ കൊണ്ട് ഞാനതങ്ങ് ക്ഷമിച്ചു. ഇതാരിത്? എന്റെ അപ്പനാണോ ഇരിക്കുന്നത്? നിനക്ക് ഇപ്പോഴും ഉണ്ടോടി അങ്ങനെ ഒരു സംശയം? അന്നാമേ, ഇവള് എന്നതാടി എന്നോട് എപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നത്? ഓ എന്റെ പൊന്നപ്പ, ഇപ്പോഴും യാതൊരു കുറവുമില്ല. എന്തോ നിനാടി? അല്ല, അപ്പന്റെ ഈ തമാശനെ, ഈ മുടിയൊക്കെ ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്യാൻ മേലായിരുന്നോ? കവണിയാണേലോ നയം ചെയ്തിട്ട് പോലുമില്ല. എടീ, ഇതിപ്പോ നമ്മുടെ വീടിനകത്തല്ലേ, ആര് കാണാനാ? ഞാൻ ചുമ്മാ എന്നതെങ്കിലും ഒന്ന് തോളയിലോട്ട്. അപ്പോഴേ ചാണ്ടിക്കുഞ്ഞെ, നമ്മുടെ കാര്യങ്ങളൊക്കെ എവിടം വരെയായി? ദാന്ന് പറയുമ്പോ ദിവസം ഇങ്ങ് വരും. എല്ലാ സെറ്റപ്പും റെഡിയാണെന്ന്. കേറ്ററിംഗ്, ഡെക്കറേഷൻ, DJ, കൊയർ, പിന്നെ അച്ഛന്മാര് 10. എന്റെ ചാണ്ടി, നീ ഈ ലോട്ടറി കച്ചവടക്കാരെ പോലെ സ്പീഡിൽ ഇങ്ങനെ കത്തിച്ച് വിടാതെ ഒന്ന് നിർത്തി പറ. അതിന് നമുക്ക് മിഷൻ ഇവിടെ ആകെ 4 ഉള്ളൂ. പിന്നെ എവിടുന്നാ ഈ 10 അച്ഛന്മാർ? അളിയ, ഇങ്ങനെയൊരു കാര്യം വരുമ്പോ നമ്മ അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ലെന്ന്. തന്നെയല്ല, നമുക്കെപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ ഉള്ളത് നല്ലതാണെന്ന്. ആരായ എപ്പോഴായി എവിടുന്നാ ഒരു പാരപണിയാൻ പോണെന്ന് പറയാൻ പറ്റത്തില്ല. ശരിയല്ലേ? നമ്മുടെ ജ്ഞായാക്കോബ, മലങ്കര, സീറോ, ഇനി കണ്ടമാനം തട്ടുകേട് വരുവാണെ പിടിച്ചു നിൽക്കാനെ കൊണ്ട് 1-2 ലാറ്റീനും കൂടി ഇരുന്നോട്ടെന്ന് എന്ത് പറയണം? സംഗതി ശരിയാ, പക്ഷെ ഇവരൊക്കെ വരുവോ? ഈ ചാണ്ടിക്കുഞ്ഞിനോട് നോ പറയാൻ ഏതച്ഛനും ഒന്ന് പഠിക്കും. അക്കാര്യത്തിൽ നിങ്ങ മേടിക്കണ്ട. അതെന്നാടാ ചാണ്ടിയേ, നീയാണോ അവർക്കൊക്കെ ചെലവിന് കൊടുക്കുന്നത്? എന്റെ പൊന്നപ്പാ,
ഇവിടുത്തെ കാര്യമൊന്നും പറയാതിരിക്കുക ഭേദം. എവിടുന്ന് മോട്ടിച്ചിട്ടാന്ന് അറിയത്തില്ല. ഇവർക്കൊക്കെ വാരി കോരി കൊടുക്കും. അതിന് അവരിവന്റെ പുറകീന്ന് മാറും. അതിന്റെ ഒന്നും അല്ലപ്പ, അവർക്ക് എന്നെ കാര്യമാണ് പറഞ്ഞാ നിങ്ങാരും വിശ്വസിക്കത്തില്ല. അവർക്കൊക്കെ എന്നെ കഴിഞ്ഞും കാര്യമാണ്. ആനിയോട് കാര്യം എന്നാ, അവർക്ക് ഈ കൊടുക്കണ കാര്യത്തിൽ ഇഷ്ടക്കുറവൊന്നുമില്ല. അതിപ്പോ അച്ഛന്മാര് വേണമെന്നില്ല കേട്ടാ, ബ്രദർമാരായാലും മതി. ചാണ്ടി, ഈ 10 പേരെന്ന് പറയുമ്പോ എങ്ങനെ കളിച്ചാലും 10 100 1000. മാത്തു 100-ൽ കുറഞ്ഞൊരു കാറ് വെഞ്ചരിക്കുകയല്ല, അപ്പോഴാ കല്യാണം വെഞ്ചരിക്കാൻ 100 ലോലര്. നീ വേറെ വല്ല കാര്യവും പറ. കല്യാണം കള്ളനാട്ട് ഷെവലിയർത്തമ്മൻ മാപ്പിളയുടെ കൊച്ചുമകന്റെ ആണെന്ന് അത് ചുമ്മാ എന്നതെങ്കിലും കാണിച്ചാ മതിയാ. നമ്മൾ ഒരു 500 ഫാമിലിയിൽ കുറയാതെ വിളിക്കാന്നുള്ള കണക്കിൽ കാര്യങ്ങൾ ഓടിക്കണം. 500? എന്നെ കൊണ്ട് നിങ്ങ പറയിക്കുകയല്ലോ. അവനൊന്ന് പറയട്ടെ. നമ്മ ഇൻവിറ്റേഷൻ അടിക്കുമ്പോ അതേ തന്നെ അടിക്കണോന്ന്. ഈ നോ ബോക്സ്ഡ് ഗിഫ്റ്റ് ഐറ്റംസ് പ്ലീസ്. ഇപ്പോ എല്ലാവരും അങ്ങനെയാണ് ചെയ്യണത്. ഒരു ഫാമിലി എത്ര കുറഞ്ഞാലും ഒരു $500 ചെക്ക് ഇട്ടാൽ 5×5 $250,000 ആയ. കേറ്ററിംഗുകാർ ഗസ്റ്റ് ഒന്നിന് 350 ചോദിക്കണത്. ഞാനത് 300 അങ്ങ് കെട്ടും. അപ്പോൾ 13 15 150. 250,000 നിന്ന് 150,000 പോയാലും 100,000 നമുക്ക് നെറ്റ് റവന്യൂ ഓവർ എക്സ്പെൻസ് കയ്യിലോട്ട് വരുക. അതിൽ നിന്ന് അച്ഛന്മാർക്ക് 1000 അല്ല 17,000 കൊടുക്കുന്നതിന് എന്നാന്നേ കുഴപ്പം? ഏത് പാതിരായ്ക്ക് ഒന്ന് കുമ്പസാരിക്കണമെന്ന് വെച്ചാ അവരല്ലാതെ നമുക്ക് വേറെ ആരാ ഉള്ളത്? എക്സ്ക്യൂസ് മീ, ഒരു ചെറിയ ഡൗട്ട്. അതെ ചാണ്ടി, നീ ഇൻവൈറ്റ് ചെയ്യുന്നത് ജ്ഞാനായക്കാരെ തന്നെയാണോ? അതെന്നാ ചേട്ടാ ഇപ്പൊ അങ്ങനെ ഒരു ഡൗട്ട്? ഷെവലിയാർ കള്ളനാട്ട് തൊമ്മൻ മാപ്പിളയുടെ കൊച്ചുമോന്റെ കല്യാണത്തിന് എൻഡോഗമി ഇല്ലാത്തവരെ നമ്മ വിളിക്കോ? അല്ല, ഓരോ ഫാമിലിയും 500-ൽ കുറയാതെ ഒരു ചെക്കിങ് ഒലത്തും എന്ന് നീ പറഞ്ഞതുപോലെ ഒരു ഓർമ്മ. അതും നമ്മുടെ ന്യൂയോർക്കിലെ പാർട്ടീസ്. വില ചിക്കാഗോയുവാണെ പിന്നെ ഉണ്ട്. ചേട്ടാ ഇത് ത്രൂ ഔട്ട് ഓപ്പൺ ബാറാണെന്ന്. എന്നാ പിന്നെ അത് പറയണ്ടേ? ദേ പറഞ്ഞാ മാത്രം പോരാ, അതും കൂടെ ഈ ഇൻവിറ്റേഷനിൽ അടിച്ചുവിടണം. കാരണം നേരത്തെ ഇതറിഞ്ഞാലേ ഉള്ളൂ പലർക്കും ഓഫും കാര്യങ്ങളും അറേഞ്ച് ചെയ്യാനൊക്കത്തുള്ളൂ. സംഗതി ശരിയാ, പക്ഷേ ഈ അച്ഛന്മാർക്ക് അത്രയും അവർക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്നില്ലേ? നിങ്ങൾ എന്റെ മനുഷ്യ എങ്ങനെ തുടങ്ങാതെ? ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞ 5-6 അച്ഛന്മാരൊക്കെ ഇങ്ങനെ ഇട്ട് കെട്ടി ഒരുങ്ങി നിരന്ന് നിൽക്കുന്നത് അത് കാണാൻ തന്നെ എന്തൊരഴകാ. കണ്ടിട്ടില്ലേ ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ എത്രയെത്ര ആനകളാ നെറ്റിപ്പട്ടവും കെട്ടി അങ്ങനെ ചെവിയാട്ടി നിക്കണം. ബാക്കി എവിടെ പോയി? 10 പേരെ വിളിച്ച് അവര് 10 റെഡിയാണെന്ന്. ചാണ്ടി കുഞ്ഞെ, നിനക്ക് വിവരമുണ്ട്, നീ ബാക്കി. പിന്നെ അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഹോസ്പിറ്റാലിറ്റി. കേട്ടിട്ട് ഇതൊരു കൺവെൻഷൻ സ്റ്റൈലിലാണല്ലോ കാര്യങ്ങളുടെ പോക്ക്. നമുക്കൊരു പ്രൊസഷൻ കൂടി ആയാലോ? ആലോചിക്കേണ്ട വിഷയമാണ്. കല്യാണം ഇത് കണ്ട ആപ്പയുടെ ഊപ്പയുടെ ഒന്നുമല്ല, കള്ളനാട്ട് ഷെവലിയർ തൊമ്മൻ മാപ്പിളയുടെ കൊച്ചുമകന്റെയാണ്. മോനെ ചാണ്ടിയേ, ഞാനൊന്ന് മയങ്ങാൻ കിടന്നതാ. നീ ഇങ്ങനെ സുഹൃദേവം പോലെ ഷെവലിയാർ തുമ്മൻ മാപ്പിള എന്ന് പറഞ്ഞ് എന്നെ വെറുതെ ഉണത്തല്ലേ. ചെണ്ട എങ്ങനെയാ? വേണമെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാ മതി. ഒരു കുപ്പിയും പിന്നെ വല്ല ചില്ലറയും കൊടുത്താ വെളുക്കുന്ന പോലെ കുട്ടിക്കോളും. അതും ആലോചിക്കാവുന്നതേ ഉള്ളൂ. സംഗതി ശരിയാ, പക്ഷേ ഇതിനൊക്കെ നമ്മൾ ഈ പറഞ്ഞ തുക കയ്യിലോട്ട് കിട്ടണമെങ്കിൽ കല്യാണം കഴിഞ്ഞ് ചെക്കൊക്കെ മാറി വരണ്ടേ? അതിനു മുമ്പേ ഈ അഡ്വാൻസ് കൊടുക്കണ്ടേ? ആലീസേ, കാശിന് എവിടെ പോകും? അയ്യടാ ആലീസേ, കാശിന് എവിടെ പോകും? നാണമുണ്ടോ മനുഷ്യ നിങ്ങൾക്ക്? ഞാൻ വന്ന കാലം തൊട്ടേ പറയണതാ, ഈ 15 രൂപയുടെ പണി കളഞ്ഞിട്ട് വല്ല ബിസിനസ്സും തുടങ്ങാൻ. എവിടെ കേക്കാനാ? ആലീസ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. ഈ കഴിഞ്ഞയിടെ 10ാം ക്ലാസ് പല പ്രാവശ്യം തോറ്റിട്ട് ഒടുവിൽ പുറപ്പെട്ടു പോയ നമ്മുടെ പാപ്പച്ചിയുടെ മകളുടെ കല്യാണം. നമ്മുടെ ഉറക്കം തൂങ്ങിയേ. ഓ, നമ്മുടെ കീരിത്തോമ്മയുടെ മകൻ. എന്റെ പൊന്നെ, ഒന്ന് കാണേണ്ട കല്യാണമായിരുന്നു. ചേട്ടൻ എങ്ങനെയായി കീരിത്തോമായുമായിട്ട് കണക്ഷൻ? അല്ലെന്നേ, എല്ലാരും പറയുന്നത് കേട്ടതാ. അവന്റെ ഭാര്യ കത്രി ചുമ്മാ ഷോപ്രൈറ്റ് പോകുന്ന പോലും ഹമ്മറേല. എടി, അവളൊക്കെ ഹമ്മറെ കയറി പോകുന്ന കണ്ട ഒരു എടുപ്പുണ്ട്. നീയൊക്കെ സീറ്റേലൊരു കൊരണ്ടിയൊക്കെ എടുത്തിട്ട് ഒരുമാതിരി
മയിൽക്കുറ്റിയേൽ ഓന്തിരിക്കുന്നത് മാതിരി. ഓ അതാ ഇപ്പൊ കാര്യം. അല്ലായിരുന്നെങ്കിൽ നിങ്ങളിപ്പോ ഡ്രൈവേ ഹമ്മർ കൊണ്ടങ്ങ് നിറച്ചേനെ. ഇനി ചടങ്ങുകൾ, അതിനെക്കുറിച്ചും ഒരു ഐഡിയ വേണ്ടതല്ലേ? അതാണ്ട കിടക്കണ ചട്ടിയും ചോറും. ആ വിഷയം ഞാൻ മറന്നു. ചാണ്ടി, നീ അല്ലേലും അങ്ങനെയാ, ഉടുക്കാതെ തലയെ കെട്ടിക്കളയും. ഓ നിങ്ങളെ കഴിഞ്ഞും ഭേദമാ. നിങ്ങളെല്ലാം ഇട്ട് കെട്ടി തലയിലും കെട്ടി അങ്ങ് പോണത് കാണാം. ഇതൊന്നുമില്ലാതെ തിരിച്ചു വരുന്നതും കാണാം. എന്റെ മരിയേ, അന്ന് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി. ഒരു മിസ്റ്റേക്ക് ഏത് പള്ളിയിൽ അച്ഛനും പറ്റും എന്ന് കരുതി അവരെ നമ്മൾ അങ്ങനെ അങ്ങ് തരം താഴ്ത്തി സംസാരിക്കാമോ? മരിയേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നാക്ക് തിരിയാതെ നിങ്ങളുടെ ഈ മരിയ എന്നുള്ള വിളി ഇമ്മിണി കുറച്ചു മതി. നീ പറ, നമുക്ക് എന്തൊക്കെയാ വേണ്ടത്? ഒന്നും കുറയ്ക്കേണ്ട കാര്യമില്ല. എന്തിനാണെന്നേ കുറയ്ക്കണത്? ഇത് കല്യാണം കള്ളനാട്ട് ഷെവലിയർ തൊമ്മൻ മാപ്പിളയുടെ കൊച്ചുമകന്റെയാണ്. ആരെയാ? നമുക്കൊരു ബാർബർ. ഞാൻ ഒരാളിന്റെ പേര് പറയാം. നമ്മുടെ അവരാച്ചൻ. ആ പുള്ളി ഏതോ ഒരു ചെറുക്കനെ ഷേവ് ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടു. പുള്ളി സാമാന്യം വൃത്തിയായിട്ട് ചെയ്യും. എന്തിനാണെന്നേ ഒരാളാക്കണത്? ഒരാൾ ഇടത്തുനിന്നും വേറൊരാൾ വലത്തുനിന്നും പഠിക്കട്ടെന്ന്. ഇത് കല്യാണം കള്ളനാട്ട് ഷെവലിയർ തൊമ്മൻ മാപ്പിളയുടെ ചാണ്ടിയേ. ഓക്കെ, ഞങ്ങള് കുഞ്ഞമ്മമാരെന്നാ ചെയ്യേണ്ടത്? എന്റെ അമ്മ ആനിയെ, നീ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. മൈലാഞ്ചിയിടിയിലാണെങ്കിൽ കുഞ്ഞമ്മമാരെത്രയുണ്ടെങ്കിലും നമുക്ക് എവിടെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഇത് ഷേവ് ചെയ്യുന്നതിനിടയ്ക്ക് പെണ്ണുങ്ങൾക്ക് എന്നതാണെന്നേ റോള്. അതൊക്കെ നാട്ടില്. ഇവിടെ എടാ മാത്തുക്കുട്ടി, അന്നുടുക്കാനുള്ള സാരി അതൊക്കെ മറന്നു പോകാതെ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കേ. എടാ, അന്നുടുക്കാൻ എനിക്കിത്തിരി വർക്കുള്ളതൊക്കെ നോക്കി വാങ്ങണം കേട്ടോ. കൊട്ട കുരവാ കൊട, അങ്ങനെ ഐറ്റംസ് പലതാ വേണം. മാർഗം കളിക്കാർ വേണം. ഈ മാർഗം കളിക്ക് പകരം നമുക്കൊരു സിനിമാറ്റിക് ഡാൻസ് ആക്കിയാലോ? അതാവുമ്പം നമ്മുടെ റിൻസിക്കും ലിൻസിക്കും ഒക്കെ കളിക്കാൻ ഇഷ്ടം. എന്റെ ആനി, ടോയ്ലറ്റ് പേപ്പറിന് പകരം സാൻഡ് പേപ്പർ ആരെങ്കിലും ഉപയോഗിക്കുവോ? കാക്കുവളിയ, ഈ തമാശ പറയുമ്പം സ്വല്പ സ്റ്റാൻഡേർഡ് ഉള്ളത് പറഞ്ഞാൽ കൊള്ളാം. എന്റെ മാത്തു, നിന്നോട് ഞാൻ എന്നും പറയും, കള്ള് മേടിക്കുമ്പം ഇത്രയും ചീപ്പ് മേടിക്കരുതെന്ന്. ഇത് കുടിച്ചേച്ച് ഇതിലും വലിയ സ്റ്റാൻഡേർഡ് ഞാൻ എവിടുന്ന് ഒപ്പിക്കാനാ? നിങ്ങളതൊരു ഓർഡറിൽ പറഞ്ഞേ. ആദ്യം പായ. എന്റെ മരിയെ, ആദ്യം വിളക്ക്, പിന്നെ പായ, കൊരണ്ടി, കരിമ്പടം. അതൊക്കെ ഞാൻ ഏറ്റു. അതുമാത്രം പോരല്ലോ, പാച്ചോറ് വേണ്ടേ? അത് വല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാം. ഇവിടെ ആർക്കാ ഇപ്പൊ ഇതിനൊക്കെ നേരം? പായ കിഴക്ക് പടിഞ്ഞാറായിട്ട് വേണം ഇടാൻ. ഇതിനൊക്കെ ചില ചിട്ടകളുണ്ട്. അതെങ്ങനെയാ ഒക്കണത്? പാതയ്ക്ക് വടക്കിട്ടാലല്ലേ ചെറുക്കന് കിഴക്ക് പടിഞ്ഞാറ് നിൽക്കാനൊക്കത്തുള്ളു. ആനി, നീയല്ലേ ഒടുക്കം കെട്ടിയത്, ഓർക്കുന്നില്ലേ? എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും തോളത്തൊന്ന് കയറിയാ മതിയെന്നും പറഞ്ഞ് നടന്ന അവളാ പായ എങ്ങോട്ടായിട്ട് ഓർക്കുന്നത്. അത് നമുക്ക് അപ്പനോട് ചോദിക്കാന്ന്. കൊട്ട, കൊരവ, കൊട, ആ 3 ഐറ്റം ഞാൻ ഏറ്റു. നമ്മുടെ പിള്ളേരുണ്ട്, അവര് കൊട്ടും. കൊരവ, അതിന് നമ്മുടെ പള്ളിയിലെ കൊയറുകാര് പിള്ളേരുണ്ട്, അവരോടൊരു പാട്ട് പാടാൻ പറഞ്ഞ അത് റെഡി. പിന്നെ പോയിട്ട് കൊട, അതിപ്പോ ആരോട് ചോദിച്ചാലും ഓലക്കൊടയാ, അല്ലാതെ ചീലക്കൊടയല്ല. ചീലക്കൊടയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർക്കണത്. ചെറുക്കനെ കെട്ടിക്കാൻ ചീല, അതിനി എവിടെ പോകും? അതെ, എല്ലാം കൂടി ഒരാൾ തന്നെ കൂട്ടിയാ കൂടത്തില്ല. തന്നെയല്ല, അത് കുഞ്ഞളിയന്റെ അവകാശമാണ്. അല്ലേ കൊട പിടിക്കാൻ വല്യളിയൻ, കോണക ഉടുപ്പിക്കാൻ കുഞ്ഞളിയൻ. ഇതെവിടുത്തെ ന്യായമാണ്? ദേ ഇക്കാര്യത്തിൽ അപ്പൻ പറയണതാണ് കണക്ക്. ചാണ്ടിയേ, എന്നതാടാ ഇവിടെ ഒരു തർക്കം? അല്ലപ്പ, അങ്ങനെ വല്ലയിടത്തും എഴുതി വച്ചിട്ടുണ്ടാ? മക്കളെ, നമുക്ക് കിട്ടിയ പദവികൾ 72ഉം ഹരിച്ചും ഗുണിച്ചും നോക്കിയാലും കാണാത്തൊരു സാധനത്തെക്കുറിച്ചാ നിങ്ങൾ ഈ തർക്കിക്കുന്നത്. അപ്പാ, അതൊക്കെ ഇപ്പൊ എല്ലാരും. മക്കളെ, ചന്തൻ ജാത്ത് എന്ന് വെച്ചാൽ ബ്യൂട്ടിഫിക്കേഷൻ. അന്നത്തെ കാലത്ത് മറ്റു പല ജാതിക്കാർക്കും അനുവാദമില്ലാതിരുന്നിട്ടും നമുക്ക് അനുവദിച്ചു തന്നിരുന്ന പദവികൾ, പ്രിവിലേജസ്, മിക്കവാറും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അവരവരുടെ കഴിവിനൊത്ത് ആചരിക്കുവാൻ ശ്രമിച്ചിരുന്നു. അതൊക്കെ ആചരിക്കുമ്പം വരും തലമുറക്കാർക്ക് അതിൽ അടങ്ങിയിരിക്കുന്ന സത്യവും സാരാംശങ്ങളും മനസ്സിലാക്കി കൊടുക്കാനാണ് നോക്കേണ്ടത്. നമ്മുടെ ഇവിടുത്തെ കുർബാനകൾ പോലും അങ്ങനെയാണ് അതാകേണ്ടത്. അല്ലാതെ അർത്ഥമറിയാതുള്ള വെറും വായ്പാട്ടും ആചാര അനുഷ്ഠാനങ്ങളും ആക്കുകയല്ല വേണ്ടത്. എൻ്റെ അപ്പ ഒന്ന് പതുക്കെ. വല്ല അച്ഛന്മാരും കേട്ടാൽ പിന്നെ അത് മതി,
നമ്മളെ മൊത്തത്തിൽ അസോസിയേഷൻ ഗ്രൂപ്പാക്കി കളയും. കല്യാണച്ചക്കനെ കൗപീനം കെട്ടിക്കാൻ കുറിയിട്ടൊരു അളിയനെ കണ്ടുപിടിക്കാൻ ഒരുങ്ങുന്ന നിന്നെ കടക്കൂട്ടിയാ ഞാൻ ഇത്രയും പറഞ്ഞത്. ആ വിഷയം അതവിടെ കിടക്കട്ടെ. എന്താ നമുക്കൊരു വെറൈറ്റി ആയിട്ട്? അതിപ്പോ ഞാൻ പറയുകയാണ് ടക്കീല, നാട്ടിലെ വാറ്റ് തോക്കും, ഒരു നാരങ്ങായും പിന്നെ ഇച്ചിരി ഉപ്പും. എന്ത് പറയുന്നു? കാക്കുവളിയ വെറൈറ്റി പ്രോഗ്രാം അല്ലാതെ വാട്ടീസ് അല്ല. അപ്പൊ നമുക്ക് ആ പഴയ ചവിട്ട് നാടകം ഒന്ന്. ആര് ചവിട്ടും ആര് ചാടും? ഓ, നിനക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, നീയും പണ്ട് എന്റെ കൂടെ കുറച്ചൊക്കെ ചാടി നടന്നിട്ടുള്ളതല്ലേ? അതെന്ത് സാധനമാ? നമ്മുടേതെന്ന് നാം കൊട്ടിഘോഷിക്കുന്ന പല ചടങ്ങുകളും കലാരൂപങ്ങളും നമുക്കന്ന് കിട്ടിയ പദവികൾ കൊണ്ട് അനുവദിച്ചു കിട്ടിയവയാണ്. ചെല്ലുന്ന ഇടങ്ങളിൽ സംസ്കാരവും ഭാഷയും വേഷവും ഒക്കെ ക്രിസ്ത്യൻ മിഷണറിമാർ സ്വീകരിച്ചു. ഒപ്പം കിട്ടിയ ഉപാധികളിലൂടെ എല്ലാം ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. പോർച്ചുഗീസുകാർ വന്നപ്പം മതപ്രചാരണത്തിന് അവരുപയോഗിച്ച ഒരു ഉപാധിയാ ഈ ചവിട്ട് നാടകം. എന്റെ അപ്പ ഇതൊക്കെ തിരക്കാൻ ഇവിടെ ആർക്കാണ് നേരം? നിന്റെ മക്കളെവിടെയാന്ന് തിരക്കാൻ നേരം ഉണ്ടോ നിനക്ക്? നിന്റെ പെമ്പർ നോത്തിക്കുണ്ടോ നേരം? എങ്ങനെയാ പാട്ട്? അപ്പൻ നന്നായിട്ട് പാടും. എങ്കും പൂക്കൾ ചിറൈന്ത പൊങ്കും നഗരിൽ തുങ്കനായി വാഴുകിன்ற തങ്കാമൂടിയരസൻ ആണ്ടോ നാരുൾ പടേക്ക് മണ്ഡലാം ഇതിലെങ്കും ഉണ്ടണി വീരർകളെ തുണ്ടായി തൂരത്തിടൂറ്. എങ്കും പൂക്കൾ ചിറൈന്ത പൊങ്കും നഗരിൽ തുങ്കനായി വാഴുകിன்ற താം തകതക തികതികത്താ തിമൃതത്തികടത്തം തിമൃതത്തികടത്തം താദിന്തകത്തം കർദിക്തം കർദിത്തൊന്തരി തകതരിത്താ തിമൃതത്തികടത്തം കർദിത്തരികട തകതരികട തൊന്തരികട തകതരികട താം തീം തത്തായ് തിമൃതത്തികടത്തം തിമൃതത്തികടത്തം താദിന്തകത്തം. എന്റെ ഒടേ തമ്പുരാനെ, ഇതെന്നതാ ഞാൻ ഈ കാണുന്നത്? മറിയാത്തു, ഇതല്ലേ ചവിട്ട് നാടകം? ഓ, എന്നാ പെർഫോമൻസാ! ഇതിന്റെ പകുതി ഉത്സാഹം എന്റെ അടുത്ത് വരുമ്പോ ഉണ്ടായിരുന്നെങ്കിൽ ദേ അപ്പം നിൽക്കുന്നു. അല്ലെങ്കിൽ ഞാൻ വല്ലതും പറഞ്ഞേനെ. ഓ, ഒന്നും പറയാതെ തന്നെ എല്ലാവർക്കും കാര്യം പിടികിട്ടി. അപ്പനും ഇവരുടെ കൂടെ തുള്ളിക്കൊള്ളു നിൽക്കുവാ. ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കി ഇനി എന്നാ കാര്യങ്ങളാ മറിയാത്തു? നട വിളിക്കണം, നെല്ലും നീരും വെക്കണം, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇനി അതും ഞാൻ അഭിനയിച്ച് കാണിക്കണോ? അപ്പൊ അത് പിന്നെ അങ്ങനെയല്ല. അത് പിന്നെ എങ്ങനെയാടാ? അവര് 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 നമ്മുടെ കൂട്ടരല്ല. സീറോ മലബാർ തന്നെയാ, പക്ഷേ ജ്ഞാനായക്കാരല്ല. നിനക്കൊന്ന് പറയാമായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ വരില്ലായിരുന്നു. അത് പിന്നെ അപ്പ ഞാൻ ഇവിടുത്തെ സാഹചര്യങ്ങൾ, അവർക്ക് നല്ല സൗകര്യമുള്ളവരാ. സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ കൂടിപ്പോയതാണോ നിന്റെ കുഴപ്പം? അറിയോ നിനക്ക്, കേരളത്തിൽ ജ്ഞാനായക്കാർ കുടിയേറിയത് ഹിന്ദുക്കളുടെ നടുവിലേക്കാ, ദാരിദ്ര്യങ്ങൾക്കും കഷ്ടപ്പാടിനും ഇടയിലേക്ക്. അവിടെ പോലും നമ്മുടെ വിശ്വാസ പാരമ്പര്യങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ നിന്റെ കാരണവന്മാർ എന്തിന് നിന്റെ അപ്പനും നേരിടേണ്ടി വന്നതിലും എന്ത് വലിയ കഷ്ടതയാണ്, എന്ത് സാഹചര്യമാണ് നിനക്ക് ഇവിടെ ഉണ്ടായത്? മോനെ, നിന്നെക്കുറിച്ച് നിനക്ക് അഭിമാനമല്ലെങ്കിൽ നിനക്ക് എങ്ങനെ അത് നിന്റെ മക്കൾക്ക് കൊടുക്കാനാവും? നിനക്ക് താഴോട്ട് നിങ്ങൾ 9 വളർത്താൻ, വളർന്നു കഴിഞ്ഞാൽ വെച്ച് വിളമ്പാൻ ഇത്തിരി മണ്ണിന് വേണ്ടി കൂടും വീടും വീട്ടുകാരെയും വിട്ടിട്ട് പോയതും കാടിനോടും കാട്ടാനകളോടും മല്ലടിച്ചതും ഒക്കെ മക്കൾക്ക് വേണ്ടിയാ. ഇന്ന് നീയൊക്കെ ഇത്രയും ഉയരത്തിലെത്താൻ നിന്റെ കാരണവന്മാരും പിതാക്കന്മാരും ചവിട്ടിയ ആദ്യ പടികൾ, അതൊക്കെ മറക്കാൻ അല്ലെങ്കിൽ ഓർക്കാതിരിക്കാൻ നിനക്കിവിടെ എന്ത് സൗകര്യമാ കുറഞ്ഞു പോയത്? അർത്ഥമറിയാതെ ആചാര അനുഷ്ഠാനങ്ങളിൽ ആറാടുമ്പോ
സൂര്യചന്ദ്രാദികൾ ഉള്ളിടത്തോളം കാലം കാത്തു സംരക്ഷിക്കപ്പെടേണ്ട ക്നാനായ പൈതൃക പാരമ്പര്യങ്ങളെ, ആത്മാഭിമാനത്തെ എത്ര വേഗത്തിലാണ് നിങ്ങൾ മറന്നു കളയുന്നത്? മക്കളെ, ഒരു സമുദായം നിലനിർത്തി പോറ്റുപുലർത്തുവാൻ നമ്മുടെ പിതാക്കന്മാർക്ക് അനുഭവിക്കേണ്ടി വന്ന വേദനകൾ, യാതനകൾ വെറുതെ ഒന്ന് വായിച്ചെങ്കിലും നോക്കണം. പറയുന്നതിലും കാര്യമില്ലാതില്ല. മക്കളെ, നമ്മുടെ കല്യാണം 2 കുടുംബങ്ങൾ തമ്മിലാണ് നടക്കുന്നത്. വിളിച്ചു ചൊല്ലി അനുവാദം വാങ്ങി ബന്ധങ്ങളിലേക്ക് അടുപ്പിക്കുമ്പോ നിങ്ങൾ കാരണവന്മാർക്കുള്ള പങ്ക് അത് വളരെ വലുതാണ്. നിങ്ങളുടെ കയ്യൊപ്പോടുകൂടി വേണം മക്കൾ വളരുവാൻ. നിങ്ങൾ ഇതിന് സാക്ഷികളാണല്ലോ എന്ന വൈദികന്റെ ചോദ്യം അതൊരു വെറും ചോദ്യമല്ല മക്കളെ. അല്ല, ഇത് കാര്യങ്ങളൊക്കെ ഇത്രയും സെറ്റപ്പ് ആക്കിയിട്ടേ ഇനി നമ്മളെങ്ങനാന്നേ? നാളെ മനസ്സ് ചോദ്യമല്ലേ ഉള്ളൂ. ഇനിയും സമയമുണ്ട്. അളിയ, നമുക്ക് അവരെ വിളിച്ച് ഒന്നുകൂടി ആലോചിക്കാനുണ്ടെന്നങ്ങ് പറഞ്ഞാലോ? നിങ്ങൾ എന്നതാ മനുഷ്യ, ഒരുമാതിരി നേഴ്സറി പിള്ളേരെ നോക്കുന്ന മാതിരി ഒന്നും അറിയാത്ത മട്ടിൽ. ആ പെണ്ണിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനെ എന്നാ ചെയ്യണം? അതും കൂടി പള്ളിയിൽ വിളിച്ചു ചൊല്ലി ഒരു തീരുമാനം ഉണ്ടാക്കുവോ അപ്പൻ? മക്കളെ കണ്ടും മാമ്പോ കണ്ടും മോഹിക്കരുതെന്ന് പറയും എന്ന് കരുതി അങ്ങനെ മോഹിക്കാത്തവരാരാ ഉള്ളേ? ഈ അപ്പനും മോഹിച്ചുപോയി. മക്കളെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തൊരുക്കിയ ഈ അപ്പൻ അറിഞ്ഞില്ല. മക്കളെ, അറിഞ്ഞില്ല. നിങ്ങളൊക്കെ ഇത്രയും വലിയ നിലയിലെത്തിയത് അറിഞ്ഞില്ല. ഒന്നും അറിയാത്ത ഈ അപ്പൻ എന്തൊക്കെയോ വെറുതെ. എല്ലാം അതിന്റെ വിധി പോലെ മുറ പോലെ നടക്കട്ടെ. നടന്നല്ലേ പറ്റൂ. ഒന്നുമില്ല. ഈ കസേര പിറകിൽ കണ്ടില്ല. എന്റെ ദൈവമേ, നേരമില്ലാത്ത നേരത്ത് ഓരോരോ വൈതരണികൾ. പ്രായമായിട്ടിരിക്കുക, കൊണ്ടുവരണ്ട എന്ന് ഞാൻ ആകുന്ന പറഞ്ഞതാ. അപ്പൊ കെട്ടിയെടുത്തേ ഒക്കത്തുള്ളൂ. എടി ആനിയെ, അപ്പന് തന്നെ അടി ഒരുങ്ങാതിരിക്കണത്. രാഹു ഇപ്പൊ തുടങ്ങുന്നേ. ഞാൻ ചെറുതായിട്ടൊന്ന് വീണു. എനിക്കിച്ചിരി പൊട്ടലുണ്ടേ. നിന്നെ അന്ന് കണ്ടതാ, പിന്നെ ഇന്നാണല്ലോടാ. എന്നാ മറിയാത്തു, ആ പായും വിളക്കൊക്കെ ഇങ്ങെടുത്തേ. ഇങ്ങോട്ടുണ്ട്, കിഴക്ക് പടിഞ്ഞാറ് തിരിച്ചിട്ട്. എന്നാ അവൻ ഇവിടെ ഇരിക്കട്ടെ, അപ്പനൊരു കൂട്ടുണ്ടല്ലോ. എന്നാ ആലീസേ പ്രാർത്ഥന ചൊല്ലിക്കോ, രാഹു ഇപ്പൊ തുറക്കും. മോനെ, അപ്പച്ചന് സ്തുതിയല്ലേ. കാരണന്മാരുടെ അനുഗ്രഹം വേണം ഏത് കാര്യത്തിനും. شبهو لا بول بروم الروح قاديشو
വലൈമഹിലെ ഹത്തോയോറഹമേ വഹനോനോ നസ്തബൂൻ ബത്രൈഹുന്നൽ മേലോലം മീനാമീൻ. കാരുണ്യവാനായ ദൈവം തമ്പുരാനേ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തരണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈകളുടെ പ്രവൃത്തിയുമാകുന്നുവല്ലോ. നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടും ഇരിക്കുന്നു. നിന്നെ പ്രസവിച്ച മാതാവാകുന്ന പരിശുദ്ധ കന്യക മർത്തമറിയാമമ്മയുടെ പ്രാർത്ഥനയാൽ ഉത്തമനായുള്ളവേ, ദൈവതോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പെണ്ണിന്റെ മാത്രം ചെറുക്കനെ മാത്രം ഒന്ന് കൈ കൊടുത്ത് ചെറുക്കന്റെ അപ്പൻ Apacha, I hear a loud noise out there. I think they are fighting over something. They are not fighting. It is called Nadavili. What is Nadavali? Can you please tell me about that? A custom of Nanais, a privilege we received. This is history, Charitram. You study this in Kiss Club, don't you? Man, you gotta be kidding. We don't understand a thing there. I can understand your Malayalam better than their English. We just go there to have fun. We get pizza whenever we go there. We are Jewish Christians migrate from Syria to Kerala, a town called Kodungalur. Yeah, I know that. Yes, during those days. Wait. Let me get my laptop. പള്ളിയിലും പരിസരത്തും ഒന്നും അനുവദിക്കുകയല്ല. അതിന് പുറത്ത് പെരുവഴിയെ കിടന്നുകൊണ്ട് ജ്ഞാനായ വീര്യം കാട്ടുകയാ. അന്ധതും ആഭിജാത്യവും വേരോട് പിഴുതെറിയപ്പെടുമ്പോഴും അർത്ഥമറിയാത്ത ആചാര അനുഷ്ഠാനങ്ങളോട് ഒരു തരം നാണമില്ലാത്ത ആസക്തി. You don't mind if I share this with my friends, do you? അപ്പച്ചൻ കറിയുവാ? എന്തിനാ കറിയനെ? കല്യാണത്തിന് പള്ളി പോണോ? നാ കൊണ്ടുവാ. വെറുതെ ഓരോന്നോർത്തുപോയി. I was just thinking about that day, your dad's wedding day, the day of celebration. എന്താ സാവിത്രി പറഞ്ഞോളൂ. അല്ല, ഒരുപാട് നാള് കൂടി ഇങ്ങനൊരു ഉത്സാഹം. വെറുതെ അങ്ങോട്ട് നോക്കി നിന്നു പോയി. തൊമ്മൻ മാപ്പിളയും കുടുംബവും ഈ കള്ളനാട്ടുമനയ്ക്ക് മറ്റൊരു വീടല്ല.
പേരിന് മാത്രം നാം ഒരു നമ്പൂരി. അത് മാപ്പിളയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഒന്നിച്ചുണ്ട് ഉറങ്ങിയും കഴിഞ്ഞോരാ. ഇപ്പോൾ താമസം പാലക്കാട്ടാണെന്ന് വെച്ചാലും മാനസം ഈ മനക്കെ തന്നെയാണ്. നല്ല ബോധ്യമുണ്ട്. വേളി കഴിച്ച് കൂട്ടിക്കൊണ്ടു വന്ന ഇടയ്ക്ക് ഇവിടത്തേക്ക് എന്നെ കഴിഞ്ഞും കാര്യം മാപ്പിളയുടെ ആയിരുന്നു. ഇടോ, മാപ്പിളയുടെ മോൻ്റെ വേളിന്ന് വെച്ചാ ആരാ? നമുക്ക് നമ്മുടെ ഉണ്ണിയുടെ കണക്കാ. കുട്ടിയോളും വലിയ സന്തോഷത്തിലാ. ഒരു നൃത്തവും മറ്റോ തരപ്പെടുത്തിട്ടുണ്ട്. ഓ, നന്നായി. അങ്ങ് അതൊന്ന് കണ്ട് ബോധ്യപ്പെട്ടാ കൊള്ളാമെന്നുണ്ട്. ആവാലോ. പാലക്കാട്ടുനിന്ന് മാപ്പിളയോടൊപ്പം ഏതാനും സുഹൃത്തുക്കളും ഉണ്ടാവുമെന്ന് കൃഷ്ണൻ വന്ന് പറഞ്ഞിട്ട് പോയി. വേളിക്ക് ക്ഷണിച്ചവരാണത്രേ. വാ രാമ, ഒരുക്കങ്ങളൊക്കെ തെക്കേപ്പട്ട കോടിമനയും പിന്നെ കൂടാതെ ഊട്ടുപരയും വൃത്തിയല്ലേ? ദേഹണ്ണക്കാർ, ഹൈ പീതാംബര, താനിതെവിടെയാടൂ? കലവറക്കാര്യത്തിൽ ഇത്തിരി പണി ബാക്കി. കേശവൻ, ആ കൊശവൻ ഇല്ലേ അവിടെ? പ്രഥമന്റെ കാര്യത്തിൽ കേശവൻ അത്ര തിട്ടം പോരാ. അടുപ്പത്തുനിന്ന് ഇറക്കിയിട്ടാണോ താൻ? ഹൈ, എന്താ കൃഷ്ണ? എത്തിയിരിക്കണു എല്ലാരും എത്തിയിരിക്കണു. ഓ, സാവിത്രി, സാവിത്രി എത്തിയിരിക്കണു, അവരെല്ലാരും എത്തിയിരിക്കണു. ഹൈ, എന്നിട്ട് താൻ അവർക്ക് മുമ്പേ ഓടി. ഇടോ, അവരെയും കൂടെ കൂട്ടിക്കൊണ്ടു വേണ്ടേ? അവിടെ പഴച്ചു, ലേശം കറുത്തു. ചൂടിത്തിരി ജാസ്തിയുള്ള നാടാ. പിന്നെ ദേഹണ്ണങ്ങളും ഏറെ ഉണ്ട്. എന്നങ്ങൾ കൂട്ടിക്കോളൂ. ഇയാളങ്ങ് വലിയ ആളായല്ലോ. സ്കൂളിൽ പഠിക്കുന്ന നാളിൽ നാം കരുതി ഇയാൾക്ക് പൊക്കം വെക്കില്ല. നൃത്താഭ്യാസം ഉണ്ടോ? നിർത്തിയിട്ടില്ല. എന്നാൽ കുട്ടികളുടെ കൂടെ കൂടിക്കോളൂ. കൃഷ്ണന് 16,108. ഇയാൾ ഭഗവാനെയും കടത്തി വെട്ടും. ബന്ധുക്കാരൻ, വേളിപ്പെണ്ണ. ഇങ്ങനെ ഒരു സൗകര്യം എങ്ങനെയാ നന്ദി പറയേണ്ടത്? ഉപചാരങ്ങൾ ഒന്നും വേണ്ട. സ്വന്തം വീട് പോലെ എന്താന്ന് വെച്ചാ. ദാ രാമ, ഇപ്പോഴും എല്ലാം പഴയ പോലെ. താൻ പോയേ പിന്നെ പഴയ പോലെന്ന് വെച്ചാ പിന്നീടാട്ടിയ. ഇത് തൻ്റെ അനന്തരവൻ ആട്ടക്കഥയിലായിരുന്നല്ലോ കമ്പം. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? അത് ഇടയ്ക്ക് വെച്ച് നിന്നു. ഇപ്പോൾ അമേരിക്കയിലാ. അവിടെ അതിനുള്ള സൗകര്യമൊന്നുമില്ല. എങ്കിലും തനിയെ ചില ചില്ലറ പണികളൊക്കെ. എന്നുവെച്ചാല്? തുള്ളലറിയാം. തന്നെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാ. ഓ, അമേരിക്കൻ തുള്ളൽ കാണാൻ ഉള്ളിലിട്ടിരി മോഹമുണ്ട്. എന്താ, will you do it for me? Yeah, why not? എന്നാല് ഇട്ട് കെട്ടിക്കോളുക. കുട്ടിയോള് അനുവാദത്തിനായി കാത്തു നിൽക്കണ്. ഓ, എന്നാൽ ആയിക്കോട്ടെ. വാടോ മാപ്പിളെ, ഇരിക്ക. കാണിച്ച അനുവാദത്തിനായി തന്നുവിട്ടതാ. സിന്ധു ഭൈരവിയാ? ആലാപനത്തില് ഒരിത്തിരി വ്യത്യാസമുണ്ട്. പിന്നെ കൂടാതെ ചരണത്തിലും. ആയിക്കൂടാന്നില്ലല്ലോ. അത് അച്ഛാ, ഞാൻ പാടിക്കോളൂ കുട്ടി, പാടിക്കോളൂ, നന്നാവും. ഇന്നിതാദ്യ வேலோன் வேடுவர் குலமங்கை ஆலோன் மருகன் முருகன் செங்கை வேலோன் வேடுவர் குலமங்கை ஆலோலம் 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 கோவி மகிழ் தருள் மேலான் சேவடி மேவி பணிவோ ஆலோலம் கோவி மகிழ் தருள் மேலான் சேவடி மேவி பணிவோ மகரி சகமத பம் 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 மத மகரி சதன கமரலே ச ச ச ச மகரி சகமத பத பத பத
മഗരി സദന ഗമദനി സാരി 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 നിധ മഗരി സഗരി സഗമന പദ 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 മദ മഗരി സദന ഗമദനി സാരി 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 നിധ മഗരി സഗരി സഗമന പദ 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 മദ മഗരി സദന ഗമദനി സാരി 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 നിധ മഗരി സഗമ ദഗ മഗരി ഗ പദ നിസരി ദവദ കലി നിധ മമ രി സഗമ ദഗ മഗരി ഗ പദ നിസരി ദവദ കലി നിധ മമ രി സഗമ ഗ സ പദ മഗ ഗ പദ സ നി സ പ സ നി സരി പ സഗമ ഗ പ സ പദ മഗ ഗ പദ സ നി സ പ സ നി സരി പ നി സരി ഗ പ നി സരി ഗ പദ നി സഗമ നി സഗമ പദ നി സ ഗ നി സരി ദ മ ഗ രി സ നി രി സ സ സ ഗ നി സരി ദ മ ഗ രി സ നി രി സ സ സ ഗ നി സരി ദ മ ഗ രി സ നി രി സ സ സ ഗ മ ദ മ ഗ രി ഗ പദ നി സരി ദ പദ ഗ രി നി ദ മ മ രി സ ഗ മ ഗ പ സ പ ദ മ ഗ ഗ പദ സ നി സ പ സ നി സരി പ സ ഗ മ ഗ പ സ പ ദ മ ഗ ഗ പദ സ നി സ പ സ നി സരി പ നി സരി ഗ പ നി സരി ഗ പദ നി സ ഗ മ നി സ ഗ മ പദ നി സ ഗ നി സരി ദ മ ഗ നി സ നി സ നി സ നി സ ഗ നി സരി ദ മ ഗ രി സ നി സ നി സ നി സ ഗ നി സരി ദ മ ഗ രി സ നി സ നി സ നി രു നി ത ജ ന ജ ന ദ രി സ ഗ മ ദ മ ഗ രി ഗ പദ നി സരി ദ മ ദ ഗ രി നി ദ മ മ രി സ ഗ മ ഗ പ സ പ ദ മ ഗ ഗ പദ സ നി സ പ സ നി സരി പ സ ഗ മ ഗ പ സ പ ദ മ ഗ ഗ പദ സ നി സ പ സ നി സരി പ നി സരി ഗ പ നി സരി ഗ പദ നി സ ഗ മ നി സ ഗ മ പദ നി സ ഗ നി സരി ദ മ ഗ രി നി സ ത നി പ ദ ഗ പ നി സരി ദ മ ഗ രി പ ദ മ പ ഗ മ രി ഗ നി സരി ദ മ ഗ രി സ ഗ മ രി ഗ സ രി നി രി നി ത ജ ണു ജ ണു ദ രി ജ ണു രി ദ ര രി നി ജ ണു ത രി ത ത ദ രു രി നി ദ ജ ണു ദ രി രി നി ദ ജ ണു ദ രി രി നി ദ ജ ണു ദ രി ജ ണു ദ രി ജ ണു ദ രി പടച്ചോനെ, നിങ്ങൾ ചങ്ങാതിമാരുടെ നേരെ ഇല്ലാത്ത നേരത്ത് എന്തു വർത്താനാണ് ഈ പറഞ്ഞോണ്ട്? നിങ്ങൾ പഴയ ചങ്ങാത്തവും പറഞ്ഞോണ്ട് നിന്നാളിൽ അവിടെ കലവറക്കാർ കാല് കുഴിച്ചിടാൻ കാരണവരെ തപ്പുകയാണ്. രാഹുവിന് ഇനി 2 നാഴിക കൂടി ബാക്കിയുണ്ട്. അള്ള, ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു ഇടങ്ങേടുണ്ടല്ലോ, അത് ഞമ്മള് മറന്നു. ലക്ഷ്മി, ഹാജിയാർക്ക് ഇത്തിരി സംഭാരം ഇങ്ങെടുത്തോളൂ. സുഖല്ലേ ഹാജിയാരെ? അള്ളാവുന്റെ കാരുണ്യം കൊണ്ട് വല്യ തകരാറ് കൂടാതെ കഴിഞ്ഞു കൂടുന്നു. ഓ നന്നായി. ബിസിനസ്സൊക്കെ? തടീന്റെ ബിസിനസ് ഉണ്ട്, ഇടയ്ക്ക് ഇത്തിരി അണ്ടിക്കച്ചോടും. ഓ പഴയ അത്രയില്ല, ഡിമാൻഡ് കുറവാ. കുട്ടികള് 1-2 നിർത്തോ മട്ടോ തരാക്കിയിട്ടുണ്ട്. വേളിക്ക് ഒരു മേള ആയിക്കോട്ടെ. ഹാജിയാരെ വരിക, ഇരിക്കുക. അത് ഞമ്മടെ പിള്ളേരും ഒരുങ്ങി തന്നെയാണ് അല്ല. ഓട്ടം തുള്ളലിൽ പലതും പറയും, പരിഭവമാർക്കും തോന്നിയിടരുതേ. അഥവാ ഞാനിത് പറയണ കൊണ്ട് എന്നോടാരും ഖേദിക്കരുതേ. എന്നാൽ ഇനിയൊരു കഥയുര ചെയ്യാം, എന്നുടെ മനസ്സിൽ തോന്നിയ പോലെ. അവരുടെ കഥ അത് പറയാനാണേലൊരു പിടിയുണ്ട്. തനിമയും ഒരുമയും ഒപ്പം കൃപയും കരുതലുമുടയവൻ അവനായി നൽകി. തനിമയും ഒരുമയും ഒപ്പം കൃപയും കരുതലുമുടയവൻ
മുകിലിനു മേലെ പുകൾ മരുവിയതാം ഇവരുടെ സ്ഥിതി ഇന്ന് അതിദയനീയം. മക്കളോട് ഇക്കഥ പറയാനിപ്പോ കുത്തിയിരിക്കാൻ നേരവുമില്ല. മിഷൻകാരവരങ്ങനെ ഒരു വശേ, സംഘടനക്കാരിങ്ങനെ ഒരു വശേ. സ്ഥാനം നേടാൻ ഓടുകയാണവർ, മാനം പോണത് കൂട്ടാക്കാതെ. അഹമ്മതി ചതി അത് മതിയാകാതെ അരമനവാസികൾ വേറൊരു കൂട്ടർ. ലോകമിയുടെ രൂപത കിട്ടാൻ റോമിൽ പോയവർ മെത്രാന്മാരവർ. അങ്ങനെ അന്നവർ, എന്നാൽ ഇന്നോ രൂപത എന്തിന് രൂപമതിന്നായി. ഇവരിൽ ചിലരുടെ കാര്യം ചൊന്നാൽ കഷ്ടം ചൊല്ലാൻ വാക്കിതുപോരാ. ഒട്ടാഞ്ഞെട്ടണ ധ്യാനമതുണ്ട്, പിരിവാണവിടെയും ഐച്ഛിക വിഷയം. ഒരു ഗീസയിലായി കാശും കവറും, മറുഗീസയിലോ വശമുടുവചനം. കൂട്ടും പാട്ടും പെരുന്നാളുകളും കൂട്ടപ്രാർത്ഥന കൂതാശകളും. എന്തിനും ഏതിനും ഇടയിൽ ചെറിയൊരു ബക്കറ്റ് പിരിവത് മസ്റ്റാ കേട്ടോ. വേലക ചെയ്യാൻ മടിയാണ് അവരുടെ വേലത്തരമോ സൂപ്പർ ഡൂപ്പർ. അച്ഛന്മാരവർ അത്തരമായി സംഘടനക്കാർ കരിശം വന്നു. നേരെ കണ്ടാൽ സ്തുതി ചൊല്ലും ഇവർ, പിന്നിൽ നിന്നോ പൃഷ്ഠം കാട്ടും. ഉള്ളിൽ ചെന്നാൽ അവരെത്തരിയുടെ ഊരം തന്നെ. പള്ളിയോടാർക്കും എതിരില്ലെന്നാൽ വൈരം വൈദികരോടെല്ലാവർക്കും. കാരണമെന്താ ചൊല്ലാം, പക്ഷേ ഖേദമിതാർക്കും തോന്നിയിടരുത്. വചനം വശമോട് ചൊല്ലും ഇവരുടെ വക്രതയോ കഠിനം തന്നെ. ഇവിടെ തരികിട ഇങ്ങനെയാണ്, നാട്ടിൽ പൊതുവെ നാറ്റക്കേസ. ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ 58 പിഴയ്ക്കും ശിഷ്യൻ. എത്രാൻ അല്പം കട്ടുഭുജിച്ചാൽ അച്ഛന്മാരവരൊക്കെ കക്കും. ലീഡർമാർ കൊഞ്ഞാണ്ടന്മാർക്കിത് പറയണവല്ലോ തിരിയുന്നുണ്ടോ? നീയും കഥ ഇത് തുടരാൻ നിന്നാൽ കിട്ടും പണി ഈ നമ്പ്യാർ കിട്ടും. ഒന്നിത് ചൊല്ലി തീർക്കാം നമ്മൾ, ജ്ഞാനായക്കാർ മറക്കരുതാരും. മറക്കരുതാരും കുറയരുതാരും ജ്ഞാനായക്കാരെന്നതിലൊട്ടും. തനിമയിലൊപ്പം കൃപയിൽ തുടരാൻ ഉടയവനോടായി പ്രാർത്ഥിക്കുക നീ. ഈ തുള്ളലിൽ എന്തെങ്കിലും കള്ളിയുള്ളതാണോ മാപ്പിളെ? ആക്ഷേപം അസലായിരിക്കണം. അവിടെ ഏതാണ്ടൊക്കെ അങ്ങനെ കേൾക്കണുണ്ട്.
കല്ലുകൾ കനകം വെള്ളി മനമിയലും പടിചെമ്പുമിരുമ്പും മറ്റും പാലാവക വേണ്ടും പണികൾ മഹിമയോടരുമകളെല്ലാം ചെയ്യും ഇത്തരമുത്തരമായുള്ള വചനം ഇച്ചവരും പഠിക്കരുതിയുറച്ചു ഇമ്പമുടരുവികൾ തിരുമനസാലെ തീയൽ വഴി വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരകൻ തിരുമുമ്പാകെ വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരകൻ തിരുമുമ്പാകെ വിധി പോലെ ഇവണ്ണം കെട്ടും കീഴായവരെ ഇവരെ കൊണ്ടവണ്ണം വേണമെന്ന് ഇണ്ടൽ പേരുത്തുവി ഇച്ചു ചോഴൻ തമ്പിയെ തമ്പിവാ അണയത്തെന്ന് തമ്പിയും താനുമായി വേണ്ടുവോളം കാര്യകാര്യങ്ങളെ ചിന്തിക്കുന്നു അല്ലലായി രാജനി വണ്ണം ചൊന്നാൽ എന്നോടെ തമ്പി നീ കേൾക്കാവേണം തരമിപ്പോൾ നമ്മുടെ വച്ച കാലം പെട്ട പോൽ പെട്ടിട്ടിൽ ആർക്കും മുൻപേ നാടുവാഴുന്നത് വന്മാർക്കാർക്കും നാണക്കേടിതുപോലെ വന്നിട്ടില്ല നാടിനി ഞാൻ വാഴ്വാൻ യോഗ്യം പോരാ തമ്പി നീ വേണ്ടും പോൽ പരിപാലിക്കാൻ അന്നേരം തമ്പിയും അല്ലലോടെ അരുൾ ചെയ്താചാരമേ എന്നും പോരട്ടെ ആരാനുമാതെന്തെന്നും മുതലേതെന്നും എന്താടോ മാപ്പിളെ നാം ഈ കാണണത്? മടിച്ചു നിൽക്കാതെ വന്ന് ഷോറാക്കിയിട്ട് പോയാളും പിള്ളങ്ങളെ. സഭയെല്ലാം അനുവാദം തരവേണം തിരിശത്താൽ സദയം പോൽ കളിയും പാട്ടും തുടങ്ങിയിടട്ടെ. സഭയെല്ലാം അനുവാദം തരവേണം തിരിശത്താൽ സദയം പോൽ കളിയും പാട്ടും തുടങ്ങിയിടട്ടെ. ഏഴാം ബഹറിന്റെ ഉള്ളിൻ്റുള്ളിലൊരുക്കൻ കോട്ട തിരിത്ത് രാജനെടുപ്പിച്ചേ. അതിൻ്റുള്ളിൽ 7001 പെൺകൊടിമാരെ പത്തിരിമാരായി മുത്തുദഹത്തിൽ കുത്തിയിരിപ്പിച്ചേ. ഏഴാം ബഹറിന്റെ ഉള്ളിൻ്റുള്ളിലൊരുക്കൻ കോട്ട തിരിത്ത് രാജനെടുപ്പിച്ചേ. അതിനുള്ളിൽ 7001 പെൺകൊടിമാരെ പത്തിരിമാരായി മുത്തുദഹത്തിൽ കുത്തിയിരിപ്പിച്ചേ. 7000 ലക്ഷം സൈത്താന്മാരെ വിളിപ്പിച്ചേ. ഏഴാകാശം ഭൂമി കുലുങ്ങി തിരിച്ച് ഗർജിച്ചേ. മായ കണ്ണാടിയിൽ ഒരു സുന്ദരിയെ ഞാൻ ദർശിച്ചേ. ഓളെ കൊണ്ടുവരും വരെ ഈ സ്ഥലം നിങ്ങളെ ഏൽപ്പിച്ചേ. എന്നിട്ട് കോട്ടയുടെ ചുറ്റും കാവൽ വെച്ച് കാമിനിയാളെ തേടി കുതിച്ച് 7000 കാതം വലിയ കലത്തകലത്തൊരു മാളിക കണ്ടി തിരിച്ച് പറന്ന വിടച്ചെന്നേ. മാളിക തന്നെ മുകളിലെ സുന്ദരി ഏറ്റം അഴകുള്ള പട്ടിലിബാസം മറ്റുമണിഞ്ഞ് കഞ്ചകി കുഞ്ചകി പൂണ്ടു ഭയങ്ങുന്നേ. 7000 കാതം വഴിയ നഗരത്തൊരു മാളിക കണ്ടു വിരിച്ചു പറന്നവിടെ ചെന്നേ. മാളിക തങ്ങളുടെ മോളിലെ സുന്ദരി ഏറ്റവും അഴകുറ്റ പട്ടുലിവാസം മറ്റു മണിഞ്ഞ് കഞ്ചകി കുഞ്ചകി കൊണ്ടുമയങ്ങുന്നേ. നൈൽ നദി പുളഞ്ഞോടി പാഞ്ഞു കളിക്കുന്ന നഫീസത്തു ബീവിയുടെ നാട്ടില്. നൈൽ നദി പുളഞ്ഞോടി പാഞ്ഞു കളിക്കുന്ന നഫീസത്തു ബീവിയുടെ നാട്ടില്.
പറഞ്ഞിടക്കെ ഞാൻ പൊന്നു വിളയുന്ന മിസ്ർ എന്ന നാട്ടിലുള്ള വീട്ടില് കുളഞ്ഞോടി പാഞ്ഞു കളിക്കുന്ന നബിസത്ത് ബിവിയുടെ നാട്ടില് വീട്ടിലിരിക്കണ പെണ്ണുങ്ങൾക്ക് കാട്ടുമാനിൻ കണ്ണാണ്, സേലം വെറ്റില തിന്നു ചുവക്കണ തത്തച്ചുണ്ടത് പൂവാണ്. വീട്ടിലിരിക്കണ പെണ്ണുങ്ങൾക്ക് കാട്ടുമാനിൻ കണ്ണാണ്, സേലം വെറ്റില തിന്നു ചുവക്കണ തത്തച്ചുണ്ടത് പൂവാണ്. പണിയും മുത്തണിയൊത്ത് കോർത്ത ചക്കരമാല മണിമങ്ക മധുരിപ്പന്മാരിലേ നദി കുളഞ്ഞോടി പാഞ്ഞു കളിക്കുന്ന നബിസത്ത് ബിവിയുടെ നാട്ടില് കനകപ്പും വളയിട്ട് കൈയും മെയ്യും വീശി നടക്കുന്നുണ്ടവർ ബഹുജോറില്. നദി കുളഞ്ഞോടി പാഞ്ഞു കളിക്കുന്ന നബിസത്ത് ബിവിയുടെ നാട്ടില് വെളിച്ചങ്ങല കഴുത്തിനകത്ത് ഇല്ലാതുള്ളിപ്പായുമ്പോൾ കള്ളി പറഞ്ഞത് കവളും പൊത്തി പുള്ളിപ്പൂ വന്നകലുമ്പോൾ വെളിച്ചങ്ങല കഴുത്തിനകത്ത് ഇല്ലാതുള്ളിപ്പായുമ്പോൾ കള്ളി പറഞ്ഞത് കവളും പൊത്തി പുള്ളിപ്പൂ വന്നകലുമ്പോൾ ഇടരുമ്പോൾ ഈജിപ്തിലെ പെണ്ണു പറയുന്നു ഉലക സുന്ദരി ഞങ്ങളാണെന്ന്. നദി കുളഞ്ഞോടി പാഞ്ഞു കളിക്കുന്ന നബിസത്ത് ബിവിയുടെ നാട്ടില് വിശ്വാസങ്ങളുടെ വ്യത്യാസങ്ങളെ കൊണ്ട് കൊല്ലും കൊലയും നടത്തുന്ന ഈ ദുനിയാവില് എല്ലാ മനുഷ്യന്മാരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിച്ച ഈ മുറ്റം ഇത് വെറും മുറ്റമല്ല, തിരുമുറ്റമാണ്. ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസൽമാനെയും ഒരുപോലെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയുന്ന നിങ്ങളുടെ മനസ്സ് വെറും മനസ്സല്ല, തിരുമനസ്സാ. എന്നാ ഞങ്ങള് പള്ളിക്കലറ്റോന്ന് ചെന്ന് കാര്യങ്ങളൊക്കെ ഒക്കെ ഔസേപ്പ് മാപ്പിള വഴി ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇല്ലേ രാമ? എങ്കിലും ആയിക്കോട്ടെ, മാപ്പിള കൂടി ഒന്ന് പോയി വേണ്ടതെല്ലാം വേണ്ട പോലെയാണോന്ന് ഒന്ന് കണ്ടു ബോധ്യമായിക്കോട്ടെ. എന്താ വേളി കഴിഞ്ഞ് ഇന്നിവിടെ എല്ലാവരും തങ്ങണു. എല്ലാവരും എന്ന് വെച്ചാൽ പാലക്കാട്ടു നിന്നുള്ള എല്ലാവരും. അതിനായിട്ട് നാം വന്നു പ്രത്യേകിച്ച് ക്ഷണിക്കണമെന്ന് വെച്ചാൽ എങ്ങളെന്തു വർത്താനാണ് ഈ പറയണത്? അതിനല്ലേ നമ്മൾ വന്നിരിക്കണത്.
ഇനിയും ഇങ്ങനെ ഒരു നാൾ നമ്മൾ ഇതുപോലെ എന്നാടൂ മാപ്പിളെ? ഞമ്മക്കൊരു ഭൂതി, ഞമ്മക്ക് എല്ലാവർക്കും കൂടെ കൂടിയിട്ട് ഈ സന്തോഷം ഒന്നുകൂടി അങ്ങ് ആഘോഷിച്ചാലോ? ഹൈ, ഹാജിയാർ പറഞ്ഞതാ മാപ്പിളെ അതിൻ്റെ ശരി. എന്താ വിളിക്കല്ലേ? கல்யாணம் நம்ம வீட்டு கல்யாணம் 10 சிலவுல எங்க தேடினாலும் பார்க்க முடியாத கல்யாணம். வாடிப்பட்டி கொட்டு கொட்டி வடக்கம் பட்டி வெட்டு விட்டு வண்ண வண்ண திரிய செட்டும் மைக்கு செட்டும் குழந்தை கட்டும் கல்யாணமா கல்யாணம் கள்ள நாட்டு கல்யாணம் தங்கச்சி கலங்கி நின்னா கண்ணீரை தொடப்போம். வாடிப்பட்டி கொட்டு கொட்டி வடக்கம் பட்டி வெட்டு விட்டு வண்ண வண்ண சீரியல் செட்டும் மைக்கு செட்டும் குழந்தை கட்டும் கல்யாணமா கல்யாணம் கள்ள நாட்டு கல்யாணம் சொந்த பந்தங்களும் சாரி சனங்களும் கூடி நடத்துற கல்யாணம். என்னடா இழுக்குறீங்க? ஆடுற மாதிரி கொட்டுங்கடா. மாப்பிள்ளைக்கு தாழம் பூவ மாலையாக கொடுப்போம். மாப்பிள்ளைக்கு தாழம் பூவ மாலையாக கொடுப்போம். தங்கத்தை இழைச்செடுத்து தாம்பாளத்துல கொடுப்போம். மருதாணி வாசத்தோட மருமகளா இருப்போம். எட்டு சம குலையாம மெதுவா
ഇന്ന് ഈ കഥ പറയാൻ, പറയുന്നത് കേൾക്കാൻ, കേൾക്കുന്നതറിയാൻ ആരുമില്ലാതായി പോവുകയാണോ എന്നൊരു തോന്നൽ. Who told you this? Look how many people came just because I called. Will you tell this story to the coming generation? Yes, I will. And I am sure they also will. Won't you? Yes, we will. തൊമ്മൻ്റെ സ്വപ്നം ഇതോടുകൂടി ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ഈ നേരമത്രയും ഞങ്ങളോട് സഹകരിച്ച നിങ്ങൾക്ക് IKCC ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിൻ്റെ നന്ദി, നമസ്കാരം. Belsaba se mautato